പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ഫ്ലാഗ് മേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത് എങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് വാങ്ങാം എന്നാണ് ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒന്ന്, ഒരു A4 ഷീറ്റ് ഫുള്ള്, അതുപോലെ തന്നെ ഒരു സാഫ്രോൺ കളറ്, ഒരു ഗ്രീൻ കളറ്, ഒരു ബ്ലൂ കളർ സ്കെച്ച് പെൻ, ഒരു സ്കെയില്, പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടർ, അതുപോലെ തന്നെ ഒരു പെൻസിൽ. ഇത്രയും സാധനങ്ങൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിത്രം വരച്ച് എങ്ങനെ ഒരു ഫ്ലാഗ് തയ്യാറാക്കാം. നാഷണൽ ഫ്ലാഗ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അനുപാതമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പേപ്പർ കട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് നീളം 3 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ വീതി 2 സെൻറ്റിമീറ്റർ, 3:2 എന്നുള്ള ഒരു അനുപാതത്തിൽ നമുക്ക് പേപ്പർ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നീളമാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ വീതി, അതുപോലെ 6 സെൻറ്റിമീറ്ററാണ് നിങ്ങൾ നീളം എടുക്കുന്നതെങ്കിൽ 4 സെൻറ്റിമീറ്റർ വീതി. ഇനി അതല്ല നിങ്ങൾ 9 സെൻറ്റിമീറ്റർ ആണ് ഈ നീളം എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 6 സെൻറ്റിമീറ്റർ. ഇനി അതല്ല 12 സെൻറ്റിമീറ്ററാണ് നിങ്ങൾ നീളം എടുക്കുന്നതെങ്കിൽ 8 സെൻറ്റിമീറ്റർ വീതി. ആ രീതിയിൽ 3:2 എന്നുള്ള അനുപാതത്തിലാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേപ്പർ കട്ട് ചെയ്യുന്നുള്ളത്. നമ്മൾ A4 ഷീറ്റിൽ കുറച്ചൊക്കെ ഒരു വലുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 18 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത് നീളം. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ഞാനിവിടെ അടയാളപ്പെടുത്തി. അതുപോലെ ഇവിടെയും 18 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഈ 18 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്നും കൂടി വരക്കാം. സ്കെയിൽ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ സുഖത്തിന് ഒന്ന് വരച്ചു. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ഓക്കെ. ഇനി നമുക്ക് വീതി 18 സെൻറ്റിമീറ്റർ ആകുമ്പോൾ വീതി എത്ര എടുക്കാൻ പറ്റുള്ളൂ? 12 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റുള്ളൂ. കാരണം 3:2 ആണ് നമ്മൾ അനുപാതം. അപ്പോൾ നമ്മൾ വീതി ഒരു 12 സെൻറ്റിമീറ്റർ, കറക്റ്റ് 12 സെൻറ്റിമീറ്റർ. യെസ്, ഇവിടെയും അതുപോലെ 12 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. യെസ്, ഇനി നമുക്ക് ഈ ഭാഗം കത്തി ഉപയോഗിച്ച് പെട്ടെന്നൊന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്നു. ഈ ഒരു ഭാഗം അവിടെ നിന്നോട്ടെ, കാരണം ഇത് നമുക്ക് ഗമ്മൊട്ടിച്ച് നമ്മൾ സ്റ്റിക്കിൽ ഗമ്മൊട്ടിക്കാനുള്ള ഒരു ഏരിയ. അപ്പോൾ ഇനി ഈ 12 സെൻറ്റിമീറ്റർ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? 3 കളറാണല്ലോ നമ്മുടെ പതാകയിലുള്ളത്. അപ്പോൾ 3 ഭാഗമാക്കി തീർക്കണം. അപ്പോൾ 12 സെൻറ്റിമീറ്റർ 3 ഭാഗമാക്കിയാൽ നമുക്കറിയാം എത്ര ഉണ്ടാവും? 4, 8. അതുപോലെ ഇവിടെയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം? 4, അടുത്തൊരു 4 കൂടെ എടുക്കുക. അപ്പോൾ എത്രയായി? 8. ഇനി അതും നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നമ്മൾ കറക്റ്റ് അനുപാതം വളരെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സാഫ്രോൺ കളർ എടുക്കുന്നു, അത് ഇവിടെ കൊടുക്കുന്നു. പെട്ടെന്ന് നമ്മൾ കൊടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ കൊടുക്കാൻ സുഖത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോർഡറുകൾ എന്ത് ചെയ്യാം? ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊണ്ട് കൊടുക്കാം. ക്രയോൺ കൊണ്ടോ സ്കെച്ച് കളർ കൊണ്ടോ എന്തുകൊണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാഫ്രോൺ കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി ഏറ്റവും താഴ്ഭാഗത്ത് എന്താണ്? നമ്മുടെ ഗ്രീൻ കളറാണ്. ആ ഗ്രീൻ കളറും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമ്മൾ ഈ ബോർഡറിൻ്റെ ഭാഗങ്ങൾ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറും കൊടുത്തു, സാഫ്രോൺ കളറും കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ സെൻട്രലായിട്ട് അശോക ചക്രം വരക്കണം. അതിന് നമ്മൾ തൽക്കാലം നമുക്ക് കോയിൻസൊക്കെ എടുക്കാം. ഞാനൊരു അടപ്പാണ് എടുക്കുന്നത്. ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് ഇവിടെ സെൻറ്ററിൽ നമ്മൾ ബ്ലൂ കളർ സ്കെച്ച് പെന്ന് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഇതിൻ്റെ റൗണ്ടായിട്ട് നമ്മൾ അശോക ചക്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, കറക്റ്റ്. ഇനി നമുക്ക് എത്ര ആരക്കാല് വരക്കണം? ഇതിലുള്ള കാല് 24 വരക്കണം. അപ്പം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? 24 ആരക്കാലുകൾ വരക്കാൻ പോവാണ്. നോക്കാം. ഇപ്പോൾ 4 ആയി. ഇനി നമുക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ 4 ആയി. ഇനി നമ്മളിതിനെങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുക. അങ്ങനെ 24 ആരക്കാല് നമുക്ക് വരച്ചു കൊടുക്കണം. അശോക ചക്രം വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണി ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഗമ്മ് പുരട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഗമ്മ് പുരട്ടാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ഗമ്മ് പുരട്ടുക കറക്റ്റായിട്ട്. യെസ്, ഇനി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള സ്റ്റിക്ക് എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ഒരു സ്ട്രോ ആണ്, ഒരു പേപ്പർ സ്ട്രോ ആണ്. ഈ പേപ്പർ സ്ട്രോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ചിട്ട് നല്ല മടക്കി കൊടുക്കുന്നു. നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നു പേപ്പർ സ്ട്രോ. കണ്ടോ? നമ്മളെ ഫ്ലാഗ് റെഡിയായി. ഇത്ര പണിയുള്ള സിമ്പിളായിട്ട് നമുക്ക് ഫ്ലാഗ് തയ്യാറാക്കാം.
നമ്മൾ ഫ്ലാഗ് റെഡി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ഇതിൻ്റെ അനുപാതമാണ്. നമ്മൾ 3:2 എന്നുള്ള ഈ അനുപാതം, നീളവും വീതിയും നമ്മൾ അനുപാതമാണ്. പിന്നെ കളറാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അശോക ചക്രം വരക്കുമ്പോൾ അതിൽ 24 ആരക്കാലുകൾ വരക്കണം. പിന്നെ സ്റ്റിക്ക് നിങ്ങൾക്ക് ഏത് സ്റ്റിക്ക് കൊടുക്കുക അങ്ങനെ എടുത്ത് ഒട്ടിച്ച് കൊടുത്ത് നല്ല ഫ്ലാഗായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിലേക്കും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്കും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നല്ല ഫ്ലാഗ് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.